വാശിക്കെതിരെ ലേഖനത്തിലൂടെ പരസ്യമായി വിമർശനമുന്നയിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ ശശി തരൂർ എംപിയുടെ നടപടിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട്. കുടുംബ പശ്ചാത്തലം കാട്ടി ആരെയും തടയാനാകില്ല. തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ നേതാക്കൾ പ്രകോപനപരമായ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം മുന്നറിയിപ്പ് നൽകി. ബീഹാർ തിരഞ്ഞെടുപ്പ് വേളയിൽ തരൂരിൽ നിന്നുമുള്ള പരാമർശം BJP ഒരവസരമാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. കുടുംബവാഴ്ച രാഷ്ട്രീയത്തിനെതിരെയുള്ള ശശി തരൂർ എംപിയുടെ ലേഖനം കോൺഗ്രസിനെതിരെ BJP ആയുധമാക്കിയിരുന്നു. തരൂരിന്റെ ലേഖനം രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും ഉദ്ദേശിച്ചാണ് എന്ന് BJP ആരോപിച്ചു. ശശി തരൂരിന്റേത് ഉൾക്കാഴ്ചയുള്ള ലേഖനമാണ് എന്നും നെഹ്റു കുടുംബം എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുടുംബ ബിസിനസ്സാക്കി മാറ്റി എന്നതിന്റെ തെളിവാണിത് എന്നും BJP വക്താവ് ഷെഹ്സാദ് പൂനാവാല കുറ്റപ്പെടുത്തി. നെഹ്റു കുടുംബത്തെ അടക്കം പരാമർശിച്ചുകൊണ്ട് ഒരു പ്രൊജക്ട് സിൻഡിക്കേറ്റിലാണ് ശശി തരൂർ കുടുംബവാഴ്ചയ്ക്കെതിരെ ലേഖനം എഴുതിയത്. നെഹ്റു മുതൽ പ്രിയങ്ക ഗാന്ധി വരെയുള്ളവരെ ലേഖനത്തിൽ തരൂർ വിമർശിക്കുന്നുമുണ്ട്. പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ല എന്നും തരൂർ ലേഖനത്തിൽ അഭിപ്രായപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നിലവിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഇഴചേർന്നിരിക്കുന്നതാണ്. എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണ് എന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടു. ഈ ആശയം ഇന്ത്യയിലെ എല്ലാ പാർട്ടികളിലും, എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ തലത്തിലുമുള്ള രാഷ്ട്രീയത്തിലും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ഭരണ നേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കും. സ്ഥാനാർത്ഥിയുടെ യോഗ്യത കുടുംബപ്പേര് മാത്രമാകുകയാണ്. മണ്ഡലത്തിലെ ജനങ്ങളോട് ഇവർ ഫലപ്രദമായി ഇടപെടുന്നില്ല. കുടുംബാധിപത്യം പുലർത്തുന്നവർക്ക് പ്രകടനം മോശമായാൽ ജനങ്ങളോട് കണക്ക് പറയേണ്ട ആവശ്യവുമില്ല. കുടുംബാധിപത്യത്തിനപ്പുറം കഴിവിനെ പരിഗണിക്കുന്ന രീതി വരണം. കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ നിയമപരമായ പരിഷ്കരണം കൂടി വേണമെന്നും തരൂർ ലേഖനത്തിൽ ആവശ്യപ്പെട്ടു. അതേസമയം തരൂരിന്റെ ലക്ഷ്യം കോൺഗ്രസിൽ നിന്നും രക്തസാക്ഷി പരിവേഷത്തിൽ പുറത്തു പോകലാണ് എന്നാണ് കോൺഗ്രസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ പ്രകോപനങ്ങളിൽ വീഴരുത് എന്നാണ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള നേതാക്കൾ തരൂരിനെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. തരൂർ രക്തസാക്ഷിയുടെ പരിവേഷം കിട്ടി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഉണ്ണിത്താൻ പ്രതികരിച്ചത്. സകല അതിർവരമ്പുകളും ലംഘിച്ചിരിക്കുകയാണ് ശശി തരൂർ. സകല ലക്ഷ്മണ രേഖകളും ലംഘിച്ചു. തരൂർ കേവലം ഒരു സാധാരണ കോൺഗ്രസുകാരനല്ല. അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരാളാണ്. അദ്ദേഹം ഇന്ന് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു അംഗമാണ്. അതിലുപരി അദ്ദേഹം ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്. ഈ സൗഭാഗ്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ഉണ്ടാക്കിക്കൊടുത്തത് കോൺഗ്രസ് എന്ന പാർട്ടിയാണ്. അപ്പോൾ ആ കോൺഗ്രസ് പാർട്ടിയോടാണ് നിരന്തരമായി ആ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം ഓരോ പ്രസ്താവനകൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തെ മുഴുവൻ അടക്കി ആക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് ആയുധമുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോൺഗ്രസ് നേതാവിന് ഭൂഷണമല്ല എന്നും ഉണ്ണിത്താൻ പറഞ്ഞു. ഇത്തരം ആളുകൾ കോൺഗ്രസ് പാർട്ടിയിൽ പെരുകുകയാണ് എങ്കിൽ, അവർക്കൊക്കെ ഒരു കാരണവശാലുമുള്ള നടപടികൾ എടുക്കാതിരിക്കുകയാണ് എങ്കിൽ, പിന്നെ നമുക്കൊക്കെ ഈ പാർട്ടിയിൽ എന്ത് സ്ഥാനമാണുള്ളത്? അതുകൊണ്ട് ഞങ്ങളൊക്കെ ഈ പാർട്ടിയെ ജീവന് തുല്യം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങൾ ആദരിക്കുന്നു, ആരാധിക്കുന്നു. അത്തരം നേതാക്കന്മാർക്കെതിരെ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന ആളുകളെ വെച്ചു പൊറപ്പിക്കുന്നത് ഒരിക്കലും ഈ പാർട്ടിക്ക് ഭൂഷണമല്ല എന്നും ഉണ്ണിത്താൻ പറഞ്ഞു. അതേസമയം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം RSSന്റെ B ടീം എന്ന ലീഗിനെ കണ്ണുവെച്ചുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് കുറച്ചു നാളുകൾക്ക് മുൻപ് പറഞ്ഞത് ഈ സമയത്ത് വീണ്ടും ചർച്ചയാകുകയാണ്. UDFൽ അസംതൃപ്തിയുള്ള വ്യക്തികൾ ഇടതുപക്ഷത്തേക്ക് വരുമെന്നും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായി BJP ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ മുദ്രാവാക്യങ്ങൾക്ക് സിന്ദാബാദ് വിളിക്കുന്നവരായി ഇവിടെ കോൺഗ്രസ് നേതാക്കൾ മാറിയിരിക്കുന്നുവെന്നുമാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ഈ മൃദു ഹിന്ദുത്വ സമീപനത്തിൽ UDFലുള്ളവർക്ക് അസംതൃപ്തി ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. BJPക്കെതിരായ ഇടതുപക്ഷത്തിന്റെ നിലപാടാണ് ശരി. UDFന് വോട്ട് ചെയ്യുന്നവർ ഭാവിയിൽ ആ നിലപാട് തിരുത്തുന്ന സാഹചര്യമുണ്ടാകും. മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയല്ല എന്ന MV ഗോവിന്ദൻ പ്രസ്താവനയിലും ധാരാളം പ്രതികരണങ്ങളുണ്ടായി. ലീഗ് വർഗീയ പാർട്ടിയല്ല എങ്കിലും എതിർചേരിയിലുള്ള ലീഗിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി നടക്കുന്നത് അപക്വമായ ചർച്ചകളാണെന്നാണ് CPIയുടെ നിലപാട്. MV ഗോവിന്ദന്റെ പ്രസ്താവനകളും ചർച്ചകളും അനാവശ്യമായ വിവാദമുണ്ടാക്കിയെന്നാണ് CPI സംസ്ഥാന നേതൃത്വത്തിന്റെ കുറ്റപ്പെടുത്തൽ. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല എന്നും വർഗീയതയ്ക്കെതിരെ ആരുമായും കൂട്ടുകൂടുമെന്നും രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളില്ല എന്നുമായിരുന്നു MV ഗോവിന്ദൻ ആദ്യം പറഞ്ഞത്. ലീഗിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള MV ഗോവിന്ദന്റെ പരാമർശങ്ങളിൽ CPI സംസ്ഥാന നേതൃത്വം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളിൽ ലീഗിനുള്ള അതൃപ്തി പരസ്യമായിരിക്കുകയാണ് ഇതോടെ. നേതൃത്വം കോൺഗ്രസിനെ തള്ളിപ്പറയുന്നില്ല എങ്കിലും പരസ്പരം പഴിചാരലും വെട്ടിനിരത്തലുമായി മുന്നോട്ടു പോയാൽ
പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുമെന്ന് ഗുജറാത്ത് വ്യക്തമാക്കുന്നതായും ചന്ദ്രികയിലെ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി. മുസ്ലിം ലീഗ് UDF മുന്നണി വിടുമോ എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ നേരത്തെ MV ഗോവിന്ദനും ലീഗ് വർഗീയ പാർട്ടിയല്ല എന്ന പ്രസ്താവന നടത്തിയിരുന്നു. എന്നാൽ മുസ്ലിം ലീഗിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ കുരുങ്ങാതെയാണ് പാണക്കാട് സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഇതിനോട് പ്രതികരിച്ചത്. MV ഗോവിന്ദൻ പറഞ്ഞതിനെ ഇടതു മുന്നണിയിലേക്കുള്ള ക്ഷണമായി കാണുന്നില്ല എന്നും UDFന്റെ അവിഭാജ്യ ഘടകമാണ് എന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. എന്തായാലും സമസ്ത, മുജാഹിദ് തുടങ്ങിയ സംഘടനകളെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നണിയിലേക്ക് വരാൻ ലീഗിനെ നിർബന്ധിതമാക്കുക എന്ന ഐഡിയയാണ് പിണറായി വിജയൻ ഇവിടെ സ്വീകരിക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ ഇത് തന്നെയാണ് തെളിയിക്കുന്നത്. ഇതിന് ശശി തരൂരിന്റെ പിന്തുണയുണ്ട് എന്നതാണ് രസകരമായ മറ്റൊരു വസ്തുത. തരൂർ കോൺഗ്രസ് വിട്ടാൽ CPM അദ്ദേഹത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് മന്ത്രിയാക്കുമെന്നാണ് വാഗ്ദാനം. ലീഗിനെ ഇടതുമുന്നണി മുന്നണിയിൽ എത്തിക്കണം എന്നത് മാത്രമാണ് CPMന്റെ ആവശ്യം. ചെന്നിത്തല, സതീശൻ, KC തർക്കത്തിൽ അത്രയേറെ രോഷാകുലരാണ് ലീഗ് നേതാക്കൾ. തരൂരിനാകട്ടെ ലീഗ് നേതാക്കളുമായി അടുത്ത ബന്ധവുമുണ്ട്.